കണ്ണാവാ ഇവിടെ വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചെന്ന് നോക്കിയാലോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലായിടത്തും നല്ല കാറ്റും മഴയും നടക്കണം അല്ലേ. അപ്പോൾ ഇവിടെയും അതെ, ഇന്നങ്ങനെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ രാവിലെ ദിവസം കറണ്ട് പോയിട്ട് ഇന്ന് 3 മണിക്കാണ് വന്നത് വൈകിട്ട്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ടൈം കുളിക്കാനൊക്കെ പോയത്, കാരണം ടാങ്കിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇവിടെ വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചെന്ന് നോക്കിയാലോ. അതെന്താണെന്ന് വെച്ചാൽ മധുരക്കിഴങ്ങാണ്. അപ്പോൾ 2-3 ദിവസം മുന്നേ അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു ആൻറ്റി കൊടുത്തിട്ട്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തോ പ്രത്യേക ഒരു കൊതി തോന്നി അതിനോട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ തീരെ വാങ്ങിക്കാറില്ല, ഞങ്ങൾ ആരും കഴിക്കാറും ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും ഒരു വട്ടം കണ്ട കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് കൊണ്ടുവന്നപ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു ഇത് തോന്നി. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാണുമ്പോൾ എന്തായാലും വാങ്ങിച്ചു കൊണ്ടുവന്നു. അപ്പം അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്മ ഇന്നലെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അത് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അമ്മ എത്തിയിട്ട് വേണം അതെടുക്കാൻ. അമ്മ അനിയനും വന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. അതുപോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ട് ഇരിക്കാൻ നോക്കാം കേട്ടോ. നിങ്ങളെൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, എല്ലായിടത്തെയും അവസ്ഥകളൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും സൂക്ഷിക്കുക. അച്ഛനൊക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു ചുഴലിക്കാറ്റൊക്കെയാണെന്ന് തോന്നുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഇതുണ്ട്. അതുപോലെ നാശനഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ടായി തുടങ്ങിയിട്ടുമുണ്ട്. 2-3 ദിവസമൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ മരങ്ങൾ വീണിട്ടാണെങ്കിലും ഗതാഗത പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എൻ്റെ അനിയൻ വരുമ്പോൾ എനിക്ക് ഡയറി മിൽക്ക് വാങ്ങിച്ചുകൊണ്ടിരാന്ന് പറഞ്ഞത് കേട്ടോ. ഇന്നലെ പറഞ്ഞതായിരുന്നു, പക്ഷേ ഇന്നലെ വാങ്ങിക്കൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ നോക്കിയിരിക്കുകയാണ്, ഇവിടെ വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. പിന്നെ അങ്ങനെ ചോക്ലേറ്റ്സൊന്നും അങ്ങനെ കഴിക്കാറില്ല. എനിക്ക് മിഠായികളോട് എന്താവും വലിയ പണ്ടത്തെ അത്ര താല്പര്യമില്ല. ഇപ്പം എന്താണെന്ന് വെച്ചാൽ അറിയില്ലേ. ഇനി തള്ള വൈബായി തുടങ്ങിയോന്ന് അറിയില്ല കേട്ടോ. ഇനി അതായിരിക്കും. ഷുഗറിൽ എനിക്ക് ഇല്ലയെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല, ഷുഗർ ഉണ്ടാവില്ലായിരിക്കും. പിന്നെ ഞാനായിട്ട് അങ്ങനെ വാങ്ങിച്ച് കഴിക്കാറില്ല ചോക്ലേറ്റ്സ്. എനിക്ക് മുന്നേ ഇങ്ങനെ കാണുമ്പോൾ ഒക്കെ അമ്മേരെ കൂടെ ഒക്കെ പോകുമ്പോൾ ഒക്കെ ചെറുപ്പത്തിലല്ല, ഒരു +2 ഒക്കെ വരെ അങ്ങനെ തന്നെയായിരുന്നു. കാണുമ്പോൾ അമ്മ ചോക്ലേറ്റ് വാങ്ങിച്ചിരുന്ന അമ്മ വാങ്ങിച്ചു, അല്ലെങ്കിൽ അച്ഛൻ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് ഞാൻ കഴിക്കാറുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം എന്താവും, ഞാൻ അങ്ങനെ പറയാറുമില്ല, വാങ്ങിക്കാറുമില്ല. വാങ്ങി തന്നാൽ ഞാൻ കഴിക്കൂട്ടാ, അത് വേറെ കാര്യം. വന്നിട്ടുണ്ട് ഗൈസ്. കണ്ണാവാ, കണ്ണ എവിടെ ഡയറി മിൽക്ക് വാങ്ങിച്ചില്ലേടാ? മോശമായിപ്പോയി, കിട്ടിപ്പോയി കായ്സ്. അങ്ങനത്തെ നമുക്ക് ഡയറി മിൽക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് തിന്നാം. അപ്പോൾ എല്ലാവരും അങ്ങനെ കഴിക്കാൻ പോകണം മധുരക്കിഴങ്ങ്. പിന്നെ ഇത് കട്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ കഴിക്കുന്നത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കറക്റ്റ് സമയത്ത് തന്നെ കറണ്ട് പോയി. പിന്നെ ഇരുട്ടത്തിരുന്നിട്ട് ഞാൻ കഴിച്ചത് തന്നെ എടുക്കാൻ പറ്റിയില്ല. എനിക്കധികം ഇഷ്ടമായില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചത് നല്ല ടേസ്റ്റുള്ള മധുരക്കിഴങ്ങായിരുന്നു. ഈ പ്രാവശ്യം കിട്ടിയത് എന്താ അധികം ടേസ്റ്റ് ആയില്ല. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാമെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ അച്ഛൻ രാത്രി വന്ന മസാല ബോണ്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛടയ്ക്ക് ഇടയ്ക്ക് വാങ്ങിച്ചിട്ട് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ അവിടുത്തെ മസാല ബോണ്ട. അപ്പോൾ ഇത് 6 എണ്ണം വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ട് നമുക്ക് 6 ആൾക്കുള്ളത്. പിന്നെ ഇത് ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. ഇതും നല്ല അടിപൊളി അത്യാവശ്യം പുളിയുള്ള ടേസ്റ്റ്. എല്ലാവരും പങ്കുവെച്ച് കൊടുത്തു, ഞാനും കൊടുത്തു. അപ്പോൾ ചമ്മന്തിയും കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിലത്തെ മസാലയൊക്കെ കൂട്ട്. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ.